പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി കൊച്ചി നഗരം. കൊച്ചിൻ കാർണിവൽ നടക്കുന്ന ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങാണ് ഇക്കുറിയും നഗരത്തിലെ പ്രധാന ആകർഷണം. കാർണിവലിനോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ഗായത്രി സത്യദേവ് കൂടിയുണ്ട്. ഗായത്രി, എങ്ങനെയാണ് കൊച്ചിയിലെ കാഴ്ചകൾ? നഗരത്തിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഒപ്പം കാർണിവൽ ഉണ്ട്. പ്രധാന ആകർഷണം ഈ കാർണിവൽ തന്നെയാണ്. എത്രത്തോളം തിരക്കുണ്ട്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ജനസാഗരം തന്നെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വലിയൊരു ജനസഞ്ചയം തന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് മുമ്പായി നടക്കുന്ന ഈ ഒരു മ്യൂസിക് ഷോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയും അധികം ആകർഷിച്ചുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചി മൈതാനത്തേക്ക് ആകർഷിക്കുന്ന ഘടകം. ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മ്യൂസിക് ഷോ നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്രയും വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ആളുകൾ ഇവിടേക്ക് മണിക്കൂറുകൾ ഇനിയും പുതുവത്സരത്തെ വരവേൽക്കാൻ ബാക്കി നിൽക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 8 മണിക്ക് ഈ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ജനങ്ങൾ എത്തുന്നതനുസരിച്ച് അശ്വതി സൂചിപ്പിച്ചതുപോലെ സുരക്ഷയും അതീവ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതലധികം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സുരക്ഷ അല്ലെങ്കിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് ആളുകൾ കൂടുതലായി എത്തുന്നത് തടയും എന്ന കഴിഞ്ഞ ദിവസം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ആ രീതിയിൽ തന്നെ കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുന്ന രീതിയിൽ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1500-ലധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. മഫ്തിയിലും മറ്റുമായി പോലീസുകാർ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ സൂപ്പർ പരിപാടിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി പരിപാടി. ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഇപ്പം എന്താ തോന്നുന്നത്? ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മുടെ വീട്ടിനവിടെയാണ് വെച്ചാൽ 2 സ്പീക്കറൊക്കെ വെച്ചാണ് ആഘോഷിക്കുക. ഇവിടെ നിറയെ ആൾക്കാരും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു വൈബ്നെസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാണ് വന്നത്. ഇനി ക്രൗഡൊക്കെ അതിപ്പോ കാണാൻ വരുന്നോണ്ട് നല്ലൊരു ആവേശമാണ്. എന്താ പേടി പറഞ്ഞ ബസ്സില്ല, ഇനി രാവിലെ തന്നെ പോകാൻ പറ്റുള്ളൂ, അതാണ് ഒരു പേടി. വേറൊന്നുമില്ല, പരിപാടി ആഘോഷിക്കണം. ഗായത്രി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ദൃശ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നഗരത്തിൽ സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ കൊച്ചിയിൽ പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിയിലെ കാഴ്ചകളാണ് ഗായത്രി സത്യദേവ് നൽകിക്കൊണ്ടിരുന്നത്.